മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34-35 വചനങ്ങൾ വായിക്കും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34-35 വചനങ്ങൾ വായിക്കും. പിന്നെ അവൻ പുരുഷാരത്തെയും ശിഷ്യന്മാരെയും അരികെ വിളിച്ചവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവൻ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും തന്നെ എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അന്ന് അനുഗമിച്ചവരോട് യേശു എന്തു പറഞ്ഞു? ഇന്ന് അനുഗമിക്കുന്നവരോടും ഇത് തന്നെയാണ് യേശു പറയുന്നത്. എന്റെയും സുവിശേഷത്തിന്റെ നിമിത്തം ജീവനെ ആര് കളയുന്നു, അവർ നിത്യജീവനെ കണ്ടെത്തും എന്ന് യേശു പറഞ്ഞു. ആമേൻ. ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ കുനിഞ്ഞിരുന്ന് കരഞ്ഞു. ദൈവമേ, കേരളക്കാരായ എന്റെ സഹോദരന്മാർക്ക് ഇതുപോലത്തെ പടങ്ങൾ കാണിച്ച് സുവിശേഷ വേലയിൽ കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കാൻ കൃപ തരണമേ. എനിക്കൊരു പ്രൊജക്ട് തരണമേ. ഇതെന്റെ പ്രാർത്ഥന കഴിഞ്ഞു. രാജസ്ഥാൻ കഴിഞ്ഞ് നേരെ ബീഹാറിൽ പോയി ശുശ്രൂഷ പല ഇടങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. എന്റെ മാരേജിനെ പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് 25 വയസ്സ്. ഞാൻ വിവാഹം കഴിച്ച് കർത്താവിന്റെ വേല ചെയ്യണമോ? കാരണം അനേക തീക്ഷ്ണതയുള്ള പലരും മാരേജ് ചെയ്തതിന് ശേഷം ഐസ് കട്ട പോലെ ആയുധം കണ്ടു. എനിക്കങ്ങനെ ആകരുതേ എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്കൊരു നല്ല ഭാര്യയെ തരണം ദൈവഹിതമെങ്കിൽ. അല്ല, ബാച്ചിലറായി കഴിയാനാണെങ്കിൽ അതെന്റെ വിളിയെങ്കിലും എന്നെ അറിയിക്കണം. ദൈവം പറഞ്ഞു, നീ വിവാഹസ്ഥനായി തന്നെ നീ കർത്താവിന്റെ വേല ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഉടനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്ന ഈ സുന്ദർ സിംഗിന്റെ ഫിലിം കണ്ടതിന് ശേഷം കർത്താവിന്റെ വേല ഒരു ഈസി അല്ല. കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ മനസ്സില്ലാത്ത ഒരുവൾ വന്ന് ചേർന്നാൽ എന്റെ തീയെ കൂടെ കെടുക്കും. അവളും എന്നെ പോലെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ മനസ്സുള്ള ഒരുത്തിയെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 2, അവൾക്ക് അപ്പനും അമ്മയും ഉണ്ടായിരിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 3, അവൾക്കൊരു ഭൂമിയോ ഒരു ഉദ്യോഗമോ ഉണ്ടായിരിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 4, ഞാൻ സ്നേഹിക്കുന്ന യേശുവിനെ അവൾ ആഴമായി സ്നേഹിക്കുന്നവളായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 5, ഞാൻ തന്നെയാണ് അവളെ മാരേജ് ചെയ്യുന്നുവെന്ന് ദൈവം അവൾക്ക് ദർശനം കൊടുക്കണം എന്നും പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ കഷ്ടം വരുമ്പോൾ ആളെന്നെ വിട്ടിട്ട് പോയിടും. അവസാനം എനിക്ക് ഭാര്യയില്ലാതാ. ഇത്തരം പ്രാർത്ഥനകൾക്കെല്ലാം പെട്ടെന്ന് മറുപടി കിട്ടും. നമ്മുടെ പ്രാർത്ഥന, ദൈവമേ, ഒരു എഞ്ചിനീയറെ വേണം, ഒരു നേഴ്സ് വേണം, ഒരു വേണം. കാരണം എന്താ? കടൽ താണ്ടിപ്പോകാൻ വേണ്ടി. നേഴ്സ് നിങ്ങളെ കടൽ താണ്ടി കൊണ്ടുപോകില്ല, എയറോപ്ലെയിൻ കൊണ്ടുപോകും കടൽ താണ്ടി. എന്റെ ജ്യേഷ്ഠൻ എന്നോട്, ഞാനപ്പോൾ നേപ്പാളിൽ കാത്മാണ്ഡിൽ വർക്ക് ചെയ്യുക, മിഷണറിയായി വർക്ക് ചെയ്യുക, എന്നോട് പറഞ്ഞു, പൗലോസ്, എന്റെ സഭയിൽ ഒരു നല്ലൊരു പെൺകുട്ടി വരും, നല്ല ആത്മഭാരമുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ, ദൈവഭയമുള്ളവർ, ഒരു ഹൈന്ദവ കൺവെർട്ടാണ് അവൾ. അവളുടെ അങ്കിൾ വൈക്കം ക്ഷേത്രത്തിലെ സന്യാസിയാണ്. പക്ഷെ അവളുടെ കുടുംബത്തിൽ അവൾ മാത്രമേ രക്ഷിക്കപ്പെട്ടു. അവൾ ആരാധനയ്ക്ക് വരുമ്പോൾ അവളുടെ ആങ്ങന്മാര് സഭയ്ക്കകത്ത് വന്ന് കൈക്ക് പിടിച്ച് പുറത്ത് മുറ്റത്ത് കൊണ്ടിട്ട് വടി കൊണ്ട് അവളെ അടിക്കും. എന്നാലും അടുത്ത ആഴ്ച വരില്ല. ഇത്രയും ഉപദ്രവങ്ങൾ കൂടെ കടന്നുപോയി. ഇത് നമുക്ക് സാരമുള്ളവളല്ല, നല്ല കുട്ടിയാണെന്നത് ഞാൻ കാണാൻ വേണ്ടി വന്ന് പല കാര്യങ്ങളൊക്കെ അവളോട് സംസാരിച്ചു. തനിയെ സംസാരിക്കുകയല്ല, ഇന്നത്തെ പോലെ എല്ലാം സംസാരിച്ച് തീർത്തിട്ട് ടാപ്പപ്പ് പണി സംസാരിച്ച് അവസാനം ഡിലീറ്റ് പണി വിടും. ഈ പരിപാടികളൊന്നും അന്നില്ല. അന്ന് നല്ല കാലം. വന്ന് നേരിട്ട് സംസാരിക്കാനായിട്ട് ഒന്ന് എന്റെ പപ്പ, എന്റെ ബ്രദർ, എന്റെ അമ്മ, ഞങ്ങൾ ഒരുമിച്ചിരുന്നു. അവളുടെ ചേട്ടൻ, അവളുടെ ആൾക്കാരെല്ലാം ഒരുമിച്ച് വന്നു. പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവൾക്ക് സ്വത്തുണ്ടെന്ന് പറഞ്ഞു. സ്വത്തുണ്ട്. എന്താ പറയുക, നല്ല കാര്യമല്ലേ? ഞാൻ പറഞ്ഞു, ആ സ്വത്തിനെ നീ കംപ്ലീറ്റ് വിട്ടുവിടാൻ കൊടുക്കാൻ തയ്യാറാണ്. ആർക്കെങ്കിലും നിന്റെ സഹോദരങ്ങൾ കൊടുത്താൽ
മനസ്സിലായി അവൾക്ക് ദൈവരാജ്യമാണ് മുഖ്യം എന്നെനിക്ക് മനസ്സിലായി. അതുവരെ സുന്ദർ സിംഗിന്റെ ഫിലിം കാണുന്നത് വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ആഗ്രഹങ്ങളിലും ഒന്ന് ഞാൻ തുറന്നു പറയാം, നിങ്ങളൊക്കെ പിള്ളേരല്ലല്ലോ. ഒന്ന്, എന്റെ കല്യാണം നല്ല കെങ്കേമമായിരിക്കും. ആ നാളുകളെല്ലാം ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത് വലിയ വലിയ വീടുകൾ കല്യാണത്തിന് പോകും. അവിടെ ഷെഡുകൾ കെട്ടി പട്ടുവിധാനം ചെയ്യും. പിന്നെ കുണ്ണിക്കാരുടെ മേളം വരുത്തും. 2, മൈക്ക് സെറ്റ് വയ്ക്കും, ഫോട്ടോ എടുക്കും. കാറിൽ യാത്ര ചെയ്ത് പോകുന്നതാണ് ഒരു ഗമ. ഇതൊക്കെ ചെയ്യും. ഇതെല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ കല്യാണവും നന്നായിട്ട് പപ്പയോട് പറഞ്ഞാൽ പപ്പ ചെയ്യും. പപ്പ ചെയ്യാനായിട്ട് പപ്പയ്ക്ക് ഇഷ്ടമാണ്. എന്നാൽ എന്റെ മനസ്സിൽ ഇത് ഒന്നും വേണ്ട, എല്ലാം ത്യജിക്കും, ഇതിനെ സുശേഷത്തിന് വേണ്ടി ചെലവ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ശരി, കല്യാണത്തിന് കാർഡ് അടുപ്പിച്ചു. പിന്നീട് ബാൻഡ് മേളം വരുത്തിയില്ല, ക്യാമറക്കാരനെ വരുത്തിയില്ല, പിന്നെ പട്ടുവിധാനം ചെയ്തില്ല, മൈക്ക് സെറ്റ് വച്ചില്ല, ഇതൊന്നും ചെയ്തില്ല. കുറച്ചുപേർ ഈ കൊറോണ പോലെ കുറച്ചുപേരെ ക്ഷണിച്ചു. ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നപ്പോഴേ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള സാരിയൊക്കെ അവിടെ നിന്ന് മാറ്റുള്ളൂ. എല്ലാം കാറിൽ പോകുന്നതിന് ക്യാൻസൽ ചെയ്തു. ഇച്ചിരി നേരത്തെ എണീറ്റ് നമുക്ക് നടക്കാം. അങ്ങനെ വന്നാൽ മതി. സ്വത്രം Jesus, hallelujah. Shekara balada raboti manabos. Praise the Lord. Amen, amen. Praise the Lord. Hallelujah. Bas net complaint ആണ് തോന്നുന്നു. ഫോൺ വന്നു. Praise the Lord. നെറ്റിന്റെ കംപ്ലൈന്റ് ആണ്. റീജോയിന്റ് ആവും. സ്തോത്രം 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 സ്തോത്രം. അതെ, ഔട്ടായി ബസ്സേ, അത് ഔട്ടായി. റീജോയിന്റ് ആകുമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കേൾക്കപ്പെട്ട കാര്യങ്ങളെ വഹിച്ചുകൊണ്ട് പാസ്റ്റർ ജോസ് ഫറീസ് പ്രാർത്ഥിച്ചാട്ടെ അല്ലെ? രാജസ്ഥാനിൽ നിന്ന് പ്രിയ ജോസ് ഫറീസ് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. കേൾക്കപ്പെട്ട അനുഭവങ്ങളെ ഒക്കെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്യണം. പാസ്റ്റർ വന്നു. Now can you hear me? Yes. ഞാൻ എവിടെയാ നിർത്തിയത്? കുവൈറ്റിൽ നിന്ന് വന്നപ്പോ സാരി കൊണ്ടുവന്നു. അതെ, കല്യാണത്തിന് നടന്നു പോകാമെന്ന് പറഞ്ഞു. അവിടെയായി കല്യാണത്തിന് നടന്നു പോകാവുന്നവരെയായി. നടന്നു പോകാവുന്നവർ വന്നാ മതി. നടന്നു പോകാവുന്നവർ വന്നാ മതി. പിന്നെ നെറ്റ് കംപ്ലൈന്റ് ആണ്. ജീസസ് 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 ജീസസ്. നെറ്റ് കംപ്ലൈന്റ് ആണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ജോർജ് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ പ്രാർത്ഥിച്ചു.
കർത്താവെ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഒരു പ്രാവശ്യം കൂടി ദൈവം ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിക്കുന്ന നല്ല ദൈവിക ശബ്ദത്തിനായി സ്തോത്രം. ഈ തലമുറയിലെ ദൈവശബ്ദമാക്കി, ഈ തലമുറയിലെ ദൈവപ്രവൃത്തിക്കായി കർത്താവെ കണ്ടിരിക്കുന്ന അഭിഷിക്തന്മാർക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അഭിഷിക്തന്മാർ കടന്നുപോയ പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുതിയ ചുവട് വെപ്പിക്കുവാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആത്മാവിന്റെ തീ ഉള്ളിലുള്ള അഭിഷിക്ത വൃന്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിയോഗം ലഭിച്ച അഭിഷിക്തന്മാർക്കായി സ്തോത്രം. ഇന്ന് കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരണമേ. പ്രിയ അഭിഷിക്തനെ വീണ്ടും ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ശക്തിയോട് ഉപയോഗിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുതിയൊരു തലമുറ കർത്താവ് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ആത്മനിയോഗത്തോടെ ഭാരതത്തെ ആത്മാവിൽ പിടിച്ചെടുക്കുവാൻ കർത്താവെ അഭിഷിക്ത വൃന്ദത്തെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ദൈവം ചെയ്യുന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് തമ്പുരാന്റെ തിരുഹൃദയത്തിലുള്ളത് അത് വെളിപ്പെടുത്തി അതുരകളുടെ ശബ്ദന ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി അഭിഷിക്തന്മാരെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനാ വീരന്മാരെ, പ്രാർത്ഥനാ യോദ്ധാക്കളെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പി സ്തോത്രം ചെയ്തേ കർത്താവേ. ഇന്ന് രാത്രിത്തെ യോഗ നിമിത്തം ഹല്ലേലൂയ കർത്താവേ, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ വൻകരകളിൽ നിന്ന് ഹല്ലേലൂയ കർത്താവേ, ഗിദെയോനോടൊപ്പം നിന്ന ഒരു കൂട്ടത്തെ പോലെ ഹല്ലേലൂയ ആത്മാവിൽ ഹല്ലേലൂയ നിരോധത്തോടെ ഉള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. എവിടെയെല്ലാം മറഞ്ഞു കിടക്കുന്നു ഹല്ലേലൂയ, സ്വർണം ആദ്യ ഖനികൾക്കുള്ളിൽ മറഞ്ഞു കിടക്കുമ്പോൾ അതിന് വിലയില്ല, എന്നാൽ അത് പുറത്തെടുക്കുമ്പോൾ വിലയുള്ളതായി മാറുന്നത് പോലെ ഇന്ന് രാത്രി ശുശ്രൂഷകളുടെ നടുവിൽ ദൈവാത്മാവേ ചിലതിനെ പൊക്കിയെടുക്കുന്നതിനെ സ്തോത്രം, ചിലതിനെ പുറത്തു കൊണ്ടുവരുന്നതിനെ സ്തോത്രം. അങ്ങനെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വം എല്ലാം എടുക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങളുടെ അഭിഷേകത്തിന് ഉപയോഗിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Thank you. Thank you. Praise the Lord. Welcome, Pastor. Welcome. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. മാരേജ് കഴിഞ്ഞു, കുറച്ചു നാളായി. എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എടി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ വാങ്ങിച്ചു തരണമെന്ന്. ഞാൻ അത് പറയുമ്പോൾ വീട്ടിൽ പലതുമില്ല. ഇത് വിശ്വാസത്താലുള്ള ഒരു മാരേജ് ആയിരുന്നു. അവള് പറഞ്ഞു, ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞു. നാളെയായി. ഞാൻ ചോദിച്ചു, എന്ത് വേണം? അവള് പറഞ്ഞു, എനിക്കൊരു ഹാൻഡ് മൈക്ക് വേണം, ഒരു മെഗാഫോൺ വേണം എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, മെഗാഫോൺ എന്തിന്? എൻ്റെ ജനങ്ങളെല്ലാം ഹൈന്ദവരാണ്. അവരുടെ നടുവിൽ പോയി യേശുവിനെ കുറിച്ച് പറയാ, എനിക്കൊരു ഹാൻഡ് മൈക്ക് വാങ്ങിച്ചു തരണമെന്ന്. ആ ഹാൻഡ് മൈക്ക് വാങ്ങിച്ചു, ക്യാപിറ്റൽ കമ്പനിയുടെ. അതിനകത്ത് ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ കിടന്ന് ഇച്ചിരി ലേറ്റായി എണീറ്റ എൻ്റെ ഭാര്യയെ കാണാനില്ല. അവള് വേറെ സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് പ്രവർത്തനത്തിന് പോകുന്നു. ഒരു ദിവസം വരുന്നു, ആൾക്കാരെല്ലാം കൂടി അടിച്ച് പല്ലടച്ചു. പിന്നെ വേറെ പ്ലാസ്റ്റിക് പല്ല് വയ്ക്കേണ്ടി വന്നു. അത് വെച്ച് സുരക്ഷിതമായി പ്രസവിക്കും. ഈ കാലയളവ് നമുക്ക് ആവശ്യം സൈക്കോളജി അല്ല, റിപ്പോർട്ടുകളല്ല, ഉള്ളിൽ കത്തുന്ന തീയാണ് നമുക്ക് ആവശ്യം. ഉള്ളിൽ കത്തുന്ന തീയാണ് നമുക്ക് ആവശ്യം. ദൈവം എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകും. എന്ന് പറഞ്ഞു, അനുസരിക്കുന്ന തലമുറ. അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. 1978 കർത്താവിനോട് പറഞ്ഞു, പൗലോസ്, ഞാൻ ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് വഹിക്കാൻ പോകും, നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞു. എൻ്റെ എല്ലാ മിനിസ്ട്രിയും സ്റ്റോപ്പ് ചെയ്തു. ഡേയും നൈറ്റും പ്രാർത്ഥന ആരംഭിച്ചു. ഉറക്കം എനിക്ക് വലുതല്ല. ലോകത്തിലെ ഒരു സുഖങ്ങളും എനിക്ക് സുഖമല്ല. ദൈവത്തിന്റെ പ്രസൻസ് മാത്രമാണ് എനിക്ക് സുഖം. ദൈവമേ, ഭാരതത്തിൽ ഒരു ഉണർവ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിലാണ് OP ത്യാഗി എന്ന് പേരുള്ള ഒരു MP ആന്റി കൺവേർഷൻ ബിൽ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. 1978 ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ആ ബില്ല് പാസ്സായാൽ ഇന്നത്തെ പോലെ ഫ്രീഡത്തിൽ സുവിശേഷം അറിയിക്കാനോ ക്രൂസേഡ് നടക്കാനോ ചർച്ചുകൾ പ്ലാന്റ് ചെയ്യാനോ
ഒന്നിനും സാധ്യമല്ല. എല്ലാത്തിനും ബാൻ ചെയ്തുകൊണ്ടുള്ളതാണ്. ഇത് ഈ ബില്ല് പാസ്സാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ജനങ്ങൾ ഒന്നു ചേർന്ന് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മക്കൾ ഒരു കുറിപ്പിട്ട ദിവസത്തിൽ ലോറികളിൽ, വാനുകളിൽ ജാഥയായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തു ഒപിതയുടെ ബിൽ പിൻവലിക്കണം. ഇതൊരു നല്ല കാര്യം. എനിക്കും അതിൽ ചേരാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ സ്റ്റോപ്പ് ചെയ്തു, എന്നെ പ്രിവെന്റ് ചെയ്തു പോകാതിരിക്കാനായിട്ട്. എൻ്റെ വീട്ടിന്റെ സൈഡിലെ ചായ്പിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ഈ ബില്ല് പാസ്സാകും ദൈവം, ഞങ്ങൾക്ക് ഇനി സ്വാതന്ത്ര്യം വേണം. ഈ സമരമെല്ലാം തീർന്നപ്പോൾ, ഈ ജാഥയെല്ലാം തീർന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പതുക്കെ പ്രേരിപ്പിച്ചു, പൗലോസ് നീ പ്രാർത്ഥിക്കാൻ സെക്രട്ടേറിയറ്റിലേക്ക് പോ എന്ന് പറഞ്ഞു. ഒരു 5 ലക്ഷം പേര് പോകുമ്പോൾ ഒരാളായിട്ട് പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെട്ട് നമ്മൾ പുറത്തു കൊണ്ടുവരും. ഒറ്റയ്ക്ക് പോയാൽ അവന്റെ തോലും മുടിയും പുറത്ത് കാണത്തില്ല. എനിക്കതറിയാം. ഒരു വലിയ ബാനർ എഴുതിപ്പിച്ചു, OP ത്യാഗിയുടെ ബിൽ പിൻവലിക്കുക. ചെറിയ ബാനറുകൾ. മറ്റൊരുത്തലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഒരിക്കൽ ഭരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അന്ന് ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത മകന്റെ പേര് ബില്ലി ഗ്രഹാം, രണ്ടാമത്തെ മകന്റെ പേര് ഇസ്രായേൽ, മൂന്നാമത്തെ മകളുടെ പേര് സൂസൻ. മൂത്തവന് 6 വയസ്സ്, രണ്ടാമത്തവന് 4 വയസ്സ്, ഇളയ കുട്ടിക്ക് 1 വയസ്സ്. രാത്രി ഒരു 9 മണിക്ക് അവർ കിടക്കുന്ന മുറിയിൽ തലയണയിൽ തല വെച്ച് കിടക്കുകയാണ്. ഞാൻ അകത്തേക്ക് പോയി. പിഞ്ചു മുഖത്ത് എന്റെ കണ്ണുകുളിരെ കണ്ടു. അവരെ തൂക്കിയെടുത്ത് ഒരു ഉമ്മ കൊടുത്തിട്ട് പോയാൽ കൊള്ളാം എന്നെന്റെ മനസ്സിൽ ആഗ്രഹം. അങ്ങനെ ഞാൻ ഉമ്മ കൊടുക്കുമ്പോൾ പിള്ളേർ ഉറക്കമുണ്ടെന്ന് കരയാൻ തുടങ്ങിയാൽ ഈ പാവം അമ്മ എങ്ങനെ ആ പിള്ളേരെ അമർത്തും? അതുകൊണ്ട് പേടിച്ചു അവരുടെ മുഖത്തെ ലൈറ്റ് ഇട്ടില്ല. ഞാൻ കണ്ണുകുളിരെ കണ്ടു. എൻ്റെ ഉള്ളിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ അനാഥരായിരിക്കില്ല. ദൈവത്തിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ആ ദൈവം നിങ്ങളെ നോക്കി. ആ റൂമിന്റെ പുറത്തേക്ക് വന്നു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോകുന്ന കാര്യം അവൾക്കറിയാം. എടീ, ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യവും ദൈവം നൽകിയിട്ടു. നമ്മുടെ ഭാരതത്തിൽ ഇനിയും സുവിശേഷം അറിയിപ്പാൻ സ്വാതന്ത്ര്യം നൽകുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പലത് ചിന്തിച്ചു. എൻ്റെ കൈക്ക് കയറി പിടിക്കും, എൻ്റെ പാൻറ്റിന് കയറി പിടിക്കും, ബഹളം നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ സമാധാനത്തോടെ പോകും, നമുക്ക് അവിടെ വെച്ച് കാണാം. 50 ലക്ഷം രൂപയും ഒരു ഭൂതത്തെയും കൊണ്ടുവരുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവുള്ള ഒരു ഭാര്യയോ ഒരു ഭർത്താവോ നിനക്ക് ലഭിച്ചാൽ നീ ഭാഗ്യവാൻ. എന്റെ ശുശ്രൂഷ സക്സസ് ആണ്. റോബി എന്ന് പേരുള്ള ഒരു ബ്രദറിനെ കൂടെ കൂട്ടി ഒരു ടെന്റ് കെട്ടാനുള്ള കമ്പ്, തടി, താർപ്പായി എല്ലാം ട്രാൻസ്പോർട്ട് ബസിന്റെ മണ്ടയ്ക്കിട്ടു. തിരുവനന്തപുരത്ത് പോയി തമ്പാനൂരിൽ പോയി ഇറക്കി. ഓട്ടോറിക്ഷ പിടിച്ചു. നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് 2 വാതിലുണ്ട്. മെയിൻ ഗേറ്റ് ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഗേറ്റ്, മറ്റൊന്ന് വടക്ക് പടിഞ്ഞാറ് ഗേറ്റ്. വടക്ക് പടിഞ്ഞാറ് ഗേറ്റിന്റെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഷെഡ് ഇട്ടത് പോലീസ് സ്റ്റേഷൻ ഓഫ് ആക്കണേ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഇവിടെ കേൾക്കാം. ഓഫ് ആക്കണേ ഫോണ്. ഹലോ ഹലോ ഹലോ, ഫോൺ കട്ടാക്കണേ. ഏത് കട്ടാക്കണം? പാസ്റ്റർ തുറന്നോളൂ, പാസ്റ്റർ തുറന്നോളൂ, എന്തേ പാസ്റ്റർ തുറന്നോളൂ. വേറെ ആരുടെ ശബ്ദമാണ്, അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? ഏതൊരു കേട്ടു? പാസ്റ്റർ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. വടക്ക് പടിഞ്ഞാറ് ഗേറ്റിന്റെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് ഞങ്ങൾ ആ ഗേറ്റിൽ തന്നെ ഷെഡ് കെട്ടി. കാരണം പോലീസ് സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് കുറച്ച് നടന്നാൽ മതി. ആമേൻ. നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ജയിലിൽ പോകും. ഇന്നത്തെ പലർക്കും പല ഹോട്ടലിന്റെ മുറിയുടെ അനുഭവങ്ങളും പിന്നെ അവിടുത്തെ നല്ല ബഫേ ശാപ്പാടിന്റെ രുചികളുമാണ് അറിയാവുന്നത്. എന്നെ പോലെയുള്ളവർക്കും വിൻസൻ ബ്രദറിനെ പോലെയുള്ളവർക്കെല്ലാം പല ജയിലിന്റെ മണവും അതിനകത്തുള്ള മൂത്രവും കഫവും സിഗരറ്റിന്റെ മണങ്ങളാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. അത് പല ജയിലുകളിൽ പല പല അനുഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെയും കുത്തുകയല്ല, കഷ്ടപ്പെടാൻ മനസ്സുണ്ടാകണം. ഒരു നല്ല വേലക്കാരൻ. ഞാൻ ഈ നിലയിൽ എൻ്റെ സൗകര്യങ്ങളെ വർജിച്ചത് സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയാണ്, കഷ്ടപ്പെട്ട് വേല ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ ഓരോരുത്തരും ഓരോ മോൾഡാണ്. നിങ്ങളോടുകൂടെ നടക്കുന്നവർ നിങ്ങളെപ്പോലെയായിത്തീരും. നിങ്ങളിൽ നിന്ന് അവർ പകരും. നിങ്ങളൊരു മോൾഡാണ്, അവ മനസ്സിലാക്കണം. ഇപ്പോ അതിനുശേഷം പ്രാർത്ഥന ആരംഭിച്ചു. ഷെഡിനകത്ത് ഷീറ്റ് വിരിച്ചു, മുട്ടുമുത്തി പ്രാർത്ഥന ആരംഭിച്ചു ഇന്ത്യക്ക് വേണ്ടി. 7 മണി ആയപ്പോഴത്തേക്കും പോലീസ് 2 പേർ വന്ന് പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ അറസ്റ്റ് വരിക്കാൻ റെഡിയായി വന്നിരിക്കുകയാണ്, നോ പ്രോബ്ലം. പക്ഷെ അറസ്റ്റ് ചെയ്തില്ല, അവർക്ക് തിരിച്ചു പോയി. ഈ വാർത്ത സെക്രട്ടേറിയറ്റിൽ പലർക്കും അറിവ് കിട്ടി. അതിൽ ഒരു സെക്രട്ടറി, ലേഡി സെക്രട്ടറി, ഒരു വിഡോ, 2 പെമ്മക്കളുടെ അമ്മ, കല്യാണി അമ്മ, എന്നെ അറിയാം, എന്റെ ചൂടറിയാം, എന്റെ തീ അറിയാം. അവൾ ലീവ് എഴുതി കൊടുത്ത് ഓടി ആ ഷെഡിനകത്ത് കയറി. അവൾ പറഞ്ഞു, പൗലോസ് ബ്രദറെ ഈ ബില്ല് പാസ്സാകരുത്. പല പിയൂൺസും പ്രാർത്ഥിക്കാനകത്ത് കയറി. ഇങ്ങനെ ഒരു സമരം ആദ്യമാണ് സംഭവിക്കുകയാണ് പറഞ്ഞത്. ഇപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുന്ന ആളുകളുടെ കയ്യിൽ ചെറിയ ട്രാക്റ്റുകൾ ഇരിക്കുന്നത് കണ്ടു. ഞാനത് വാങ്ങിച്ച് നോക്കിയപ്പോൾ സുവിശേഷ ട്രാക്റ്റാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? അവർ പറഞ്ഞു, ഇതിന് വേറൊരു ഗേറ്റ് ഉണ്ട് സാറ്. അതെനിക്കറിയാം. അവിടെ ഒരാൾ നിന്ന് ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ എനിക്ക് എന്റെ ഹൃദയം, ഇങ്ങനൊരു പരിതസ്ഥിതിയിൽ വന്നു നിന്ന് ട്രാക്ട് കൊടുക്കാൻ ധൈര്യമുള്ള ആൾക്കാരുണ്ടല്ലോ. നമ്മൾ മാത്രമല്ല, ഏലിയാവ് ചിന്തിക്കും നമ്മൾ മാത്രമാണ്. നമ്മളെ അറിയാതെ എത്രയോ പേര് ദൈവം കരുതിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക. ഞാൻ അവരെ പോയൊന്ന് കണ്ട് ഒരു അഭിനന്ദനം പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ നടന്നു പോയപ്പോ കാണാം, ഒരു ലേഡിയാണ് അവിടെ നിന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. 2 തോളിലും 2 സഞ്ചിയുണ്ട്. അതും നീറ്റായ സഞ്ചിയല്ല, കുറച്ച് പഴയ സഞ്ചി. അതിനകത്ത് എടുക്കുന്നു, വരുന്നവർക്ക് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി, ഇതാരാണെന്ന് കാണണം. ഞാൻ പതുക്കെ വളഞ്ഞപ്പുറത്ത് പോയി മുഖം കാണാൻ വേണ്ടി. കണ്ടപ്പോ എനിക്ക് ആള് മനസ്സിലായി. ഞാൻ ഈ ആൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതെന്റെ ഭാര്യയായിരുന്നു. ഞാൻ അടുത്ത് പോയി ചോദിച്ചു, എന്തായിട്ട് നീ ഈ കാട്ടിക്കൂട്ടുന്നത്? വീട്ടിൽ പിള്ളേരില്ലേ? അവള് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞല്ലോ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന്. നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന്. അവള് പറഞ്ഞു, അവിടെ വെച്ചല്ല, നിങ്ങൾ എന്നെ പിടിച്ചാൽ നിൽക്കില്ലെന്നറിയാം. വണ്ടി സ്റ്റാർട്ടായി, നിങ്ങൾ ഇന്ന് പോകും, ഞാൻ നാളെ രാവിലെ അവിടെ വരാം. അടുത്തവള് പറഞ്ഞത്, നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയാം. അതേ പോലീസും ജീപ്പും വന്ന് എന്നെയും അറസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് ഒരുമിച്ച് യേശുവിന് വേണ്ടി ജയിലിൽ പോകാം. നമ്മുടെ മക്കളെ, കൊച്ചുമക്കളെ നമ്മുടെ ദൈവം നോക്കിക്കൊണ്ടു. ഞാൻ പറഞ്ഞു, താങ്ക് യു. എത്ര പേർ ദൈവമില്ലെന്ന് പ്രസംഗിക്കാൻ, കാജാബീഡിയും പച്ചവെള്ളവും കുടിച്ച് നടക്കാനുണ്ടെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ ആരുടെ മുമ്പ്? കഷ്ടമോ നിന്നയോ പരിഹാസമോ അനുഭവിച്ച് അവന് വേണ്ടി ജീവിക്കാൻ ഒരു തലമുറ ഇറങ്ങട്ടെ
എഴുന്നേൽക്കട്ടെ. പാസ്റ്റർമാർ ഇതിന് തയ്യാറായാൽ വിശ്വാസികൾ തയ്യാറാകും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു നീ പോ. ഫസ്റ്റ് അൺമ്യൂട്ട് ചെയ്യണേ. ഫസ്റ്റ് അൺമ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് അത് മ്യൂട്ടായിപ്പോയി. ശരിയായോ? യെസ് യെസ് യെസ്. കർത്താവിനോട് പറഞ്ഞു, പൗലോസ് ഇത് എന്റെ വിഷയമാണ്, നീ മാത്രമല്ല, നിന്നെപ്പോലെ പലരും പ്രാണനെ കളയാൻ റെഡിയുള്ളവരാണ്. ഇതിൽ ഞാൻ പ്രവർത്തിക്കാം. നീ എല്ലാം പാക്ക് ചെയ്ത് പോകുന്നു. എല്ലാം പാക്ക് ചെയ്തു വീട്ടിലേക്ക് കടന്നു വന്നു. പിറ്റെന്നോ അതിന്റെ പിറ്റെന്നോ റേഡിയോ വാർത്ത ഉണ്ടായിരുന്നു, OP ത്യാഗയുടെ ബിൽ പിൻവലിക്കപ്പെട്ടു. 1978 ശേഷം അതുവരെ വലിയ സഭയെന്ന് പറഞ്ഞാൽ 40 അടി നീളം, 20 അടി വീതി, 50 പേരുണ്ടെങ്കിൽ പെരിയ ചർച്ച. ദൈവം വാസ്റ്റായിട്ട് തുറന്നു നമ്മുടെ നാടുകളെ. നല്ല എഡ്യൂക്കേറ്റഡ് ആളുകളെ ദൈവം എഴുന്നേൽപ്പി. വാതിൽ സഭകൾക്ക് വിശാലമായി. ഇനിയും കർത്താവിന് ഒരു 10 വർഷം നീണ്ടാൽ ഇതിനേക്കാളും വളരും. നമ്മൾ സ്പീഡ് കൂട്ടണം, വേഗത കൂട്ടണം. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം അധ്വാനിക്കും. ഒരിക്കൽ എൻ്റെ ഒരു ചെറിയ കാർ, ഫിയറ്റ് കാർ, അതിങ്ങനെ ഞാൻ ഓടിച്ച് പോയപ്പോൾ ഞാൻ ഗിയർ മാറ്റാൻ മറന്നുപോയി. ഞാനിങ്ങനെ എന്തോ ചിന്തിച്ച് ഇങ്ങനെ പഴുക്കെ സ്റ്റെയർ പിടിച്ച് ഇങ്ങനെ പിടിക്കൊണ്ടിരിക്കും. ഞാൻ നോക്കിയപ്പോ കാണാം ഒരു ട്രാക്ടർ ഫുൾ ലോഡോടെ എന്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഞാൻ പറഞ്ഞു, എടാ നിന്റെ ട്രാക്ടറിനെക്കാളും എന്റെ വണ്ടിക്ക് സ്പീഡുണ്ട്. എനിക്ക് ഉടനെ ബുദ്ധി വന്നു, എന്റെ ബുദ്ധി തെളിഞ്ഞു. പതുക്കെ ക്ലച്ചമർത്തി വണ്ടി ഗിയർ മാറ്റി ടാപ്പ് ഗിയർ ഇട്ടു. അവന്റെ വണ്ടി ഞാൻ ഓവർടേക്ക് ചെയ്തു. ഈ നാളുകളിൽ നമ്മൾ ഗിയർ മാറ്റണം. ഈ പോകുന്ന പോക്ക് പോയാൽ ഇനി ഒരു 1000 വർഷമായാലും കർത്താവ് വരില്ല. സ്പീഡ് മാറ്റി ദൈവം എവിടെ അയച്ചാലും പോകാൻ, എന്ത് കഷ്ടവും സഹിക്കാൻ കഷ്ടം സഹിക്കാൻ തയ്യാറായത് കൊണ്ടാണ് എന്റെ വിവാഹത്തെ ഞാൻ ഈ നിലയിൽ എടുത്തു. 1979 ഒരു ദർശനം ഞാൻ കാണുകയാണ്. പോസ്റ്റ്മാൻ വീട്ടിൽ വരികയാണ്. ഞാൻ ആ ദർശനത്തിൽ എനിക്ക് മണി ഓർഡർ തരുന്നു. ഞാൻ മണി ഓർഡർ വാങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഈ പണം അയക്കുന്നത് ജോയ് കുട്ടി ചാക്കോ, ചോറ്റാനിക്കര, എറണാകുളം. ക്ലിയറായി കേൾക്കുകയാണ്. ഈ പണം നിങ്ങൾക്ക് രാമേശ്വരത്ത് പോകാൻ. ഓ, മുമ്പ് പോയ ഒരാളിനെ ഫസ്റ്റ് ഡേ കഴുത്തറുത്തു, തല അമ്പലത്തിൽ കൊണ്ടുവച്ചു. ഞങ്ങൾക്ക് ഭാഷ അറിയില്ല, പരിചയക്കാരോ ബന്ധുക്കളോ ചാർച്ചക്കാരോ ആരുമില്ല. അനേക ചോദ്യങ്ങൾ. എന്റെ മൂത്ത മകൻ 2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ്. രണ്ടാമത്തെ മകൻ 1ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകൾക്ക് 2.5 വയസ്സ്. ഭാര്യയ്ക്ക് 7.5 മാസം ഗർഭിണി. ചിന്തിക്ക്, ഈ പാഷയ്ക്ക് എത്ര മക്കളുണ്ട്? ബൈബിൾ പറയുന്ന മക്കളെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ്. ഞങ്ങൾക്ക് 7 മക്കളുണ്ട്. എന്റെ ഭാര്യ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് 10 മക്കളിൽ ഒന്നുണ്ടെങ്കിൽ ഉള്ളായിരുന്നു. കാരണം അവള് 11ാമത്തെ ആളാണ്. ആമേൻ. മക്കളെല്ലാം സമ്പത്താണ്, മക്കളെല്ലാം സ്വത്താണ്. അതിൽ എൻ്റെ 6 മക്കളും വിവാഹിതരായി. അവരും അവരുടെ പൗസും ഫുൾ ടൈം വേലയിലാണ്. 7ാമത്തെ മകൾ ബൈബിൾ കോളേജിൽ പഠിച്ചുണ്ട്. ദൈവരാജ്യമാണ് മുഖ്യമെങ്കിൽ ഇത് നമ്മൾ ചിന്തിക്കും, ഓ, നമ്മുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് അയക്കണം. നമുക്ക് നന്നായിട്ട് നല്ലൊരു വീട്,
നല്ലൊരു ബാങ്ക് ബാലൻസ്, നല്ലൊരു കാറ്, നാട്ടിലൊരു നല്ലൊരു അഭിമാനം, മക്കളെ വേലയ്ക്ക് അയക്കും. മക്കളും വളർന്നു വരുമ്പോൾ കണ്ടുവരുന്നത് അപ്പനെ പോലെയാണ്. അവനും ചിന്തിക്കും പ്രായമാകുമ്പോൾ നല്ലൊരു കല്യാണം കഴിക്കണം, നല്ലൊരു വീട് വയ്ക്കണം, നല്ലൊരു കാറ് മേടിക്കണം. എന്റെ മക്കളെ കർത്താവിന്റെ വിലയ്ക്കായി. അവന്റെ മക്കളും വളർന്നു വരുമ്പോൾ ഇന്നാ ഇത് കണ്ടുവരുന്നത്. ഒന്ന് പറയട്ടെ, ഒരു കാലത്തിൽ പല യാക്കോബ സഭകളിൽ നിന്നും മർത്തോമ സഭകളിൽ നിന്നും വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരെ ഒറ്റപ്പെടുത്തി സ്വത്തുകൾ കൊടുക്കാതെ വന്നു. മക്കള് ധാരാളം, 5ഉം 6ഉം 8ഉം. പലരും ഹയർ റേഞ്ചുകളിലേക്ക് മാറിപ്പോയി. ഉള്ള സ്വത്തിന് പോയി. അവരുടെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു, ബൈബിൾ ഉണ്ടായിരുന്നു. അവിടെ മക്കളെല്ലാം ദൈവം ആദരിച്ചില്ലേ? അവിടെ മക്കളെല്ലാം ദൈവം ഉയർത്തിയില്ലേ? മുമ്പ് അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ മറ്റുള്ളതൊക്കെയും ദൈവത്തിന് എല്ലാം ചേർത്ത് വെച്ചിട്ട് അന്വേഷിക്കാനല്ല, ആദ്യം അവന് രാജ്യം അന്വേഷിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടത് നിങ്ങൾ ആദ്യം കൊടുത്താൽ നിങ്ങൾക്ക് തരേണ്ടതെല്ലാം ദൈവം തരും. ഇത് വലിയ സത്യമായ പ്രിൻസിപ്പിളാണ്. ആ ദർശനത്തിൽ കണ്ട സ്വപ്നം. ഭാര്യ 7.5 മാസം ഗർഭിണി. ഞാൻ ഭാര്യയോട് പറഞ്ഞു, എടി നീ ഗർഭിണിയാണ്, പിള്ളേർക്ക് ഇനി പരീക്ഷയ്ക്ക് ഒരാഴ്ചയോ, നീ ഇവിടെ നിന്ന് പിള്ളേർക്ക് പരീക്ഷ എഴുതിപ്പിച്ച് നിന്റെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും അമ്മ വീട്ടിലുണ്ട്, ഞങ്ങൾ വീട്ടിലായിരുന്നു ഡെലിവറികളെല്ലാം. ഞാൻ ആ സ്ഥലത്തെ ഒന്ന് പോയി നോക്കി, എല്ലാം ഒന്ന് സെറ്റ് പണി വെച്ചിട്ട് വന്ന് തന്നെ കൊണ്ടുപോകാം. അവള് പറഞ്ഞു, പപ്പാ നാളെ എൻ്റെ ഡെലിവറി എന്ന് എനിക്ക് ബോധ്യം ഉണ്ടായാലും ഇന്ന് ദൈവം നിങ്ങളെ എവിടെ അയക്കുന്നു അവിടെ നിങ്ങളോടുകൂടെ വരാൻ ഞാൻ റെഡി. ജീവിച്ചാൽ ജീവിക്കാം, മരിച്ചാൽ മരിച്ചു. ഞങ്ങൾ പോയ ആ സ്ഥലം എന്ന് പറയുന്നത്, ആ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും കയ്യിൽ റെസ്റ്റ് വാച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടാൽ അന്യനായ ഒരാൾ റെസ്റ്റ് വാച്ചിന് വേണ്ടി കൈയെ വെട്ടിയെടുക്കുമായിരുന്നു കൊള്ളക്കാർ. ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവരുന്ന സ്മഗിൾ ചെയ്യുന്ന സാധനങ്ങളെ അതിനെ സ്മഗിൾ ചെയ്യുന്ന സ്മഗിളേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പ്രയാസം. എവിടെ വെളിച്ചം പോകുമോ അവിടെ ഇരുട്ട് മാറും. ദൈവത്തിന്റെ ആഗ്രഹം വെളിച്ചം എല്ലായിടത്തും പരക്കണം എന്നുള്ളതാണ്. വെളിച്ചം ഉള്ളിടത്ത് വെളിച്ചത്തിന്റെ ആവശ്യമില്ല, വെളിച്ചം ഇല്ലാത്തടത്ത് വേണം വെളിച്ചം കടന്നു പോകും. ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്യും, എല്ലാം പാക്ക്. എന്തെല്ലാം ഉണ്ട്? കിച്ചൺ സാധനങ്ങളുണ്ട്, പിള്ളേരുടെ വിളയാട്ട് മുതൽ പഠിത്ത സാധനം മുതൽ അവരുടെ ബെഡിങ് എല്ലാം സാധനങ്ങളുണ്ട്, പില്ലോ വരെ ഉണ്ട്. അടുത്തൊന്നും മൈക്ക് സെറ്റ് ഉണ്ട്. അന്നത്തെ ആംപ്ലിഫയർ വാൾവ് ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ, ഗ്രാമഫോൺ റെക്കോർഡ്, പിന്നെ വലിയ ലോറിയുടെ ബാറ്ററി, പിന്നെ പ്രൊജക്ടർ, ഇതെല്ലാം കൂടെ ഒരു പിക്കപ്പിൽ കയറ്റേണ്ട സാധനമുണ്ട്. ആ 200 രൂപ കിട്ടുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ബാങ്കിൽ കിടന്ന കാശിനെ വിഡ്രോ ചെയ്തു. അതവിടെ കിടന്നാൽ പോകുന്നിടത്ത് കഷ്ടമുണ്ടാകും, ഉപദ്രവമുണ്ടാകും, തിരികെ പോകാനുള്ള പ്രേരണ ഉണ്ടാകും. അതുണ്ടാകരുത്. അതുകൊണ്ട് അതിനെ വിഡ്രോ ചെയ്ത് പല മീറ്റിങ്ങുകൾ നടത്തി തീർത്തു. അപ്പോഴാണ് പോസ്റ്റ്മാൻ വീട്ടിൽ വരുന്നത്. ഞാൻ ചോദിച്ചു, സാറേ ഒരു 200 രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 200 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. മണി ഓർഡർ തന്നു, അതിനൊരു സ്ലിപ്പും തന്നു. അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞാൽ പറയുന്നത് പോലെ ദൈവം ചെയ്യും. അവൻ പറയുന്നതിനെ മറക്കരുത്, ദൈവത്തെ ഓർപ്പിക്കണം. അബ്രാഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം 25 വർഷം കഴിഞ്ഞുവെങ്കിലും അത് നിറവേറി. ആമേൻ, ആമേൻ. ദൈവം ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. യെശയ്യാ 64:4 വായിക്കും. യെശയ്യാ 64:4. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്
പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ടുകൊണ്ട് കണ്ടിട്ടുമില്ല. നീ അല്ലാതെ ഒരു ദൈവം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ലാതെ മറ്റാർക്കും പ്രവർത്തിക്കുന്നില്ല. അവനായി കാത്തിരിക്കും. എന്റെ സമയം തീർന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യണമോ ഇവിടെ നിർത്തണമോ എന്ത് ചെയ്യണം? നമുക്കിനി പ്രാർത്ഥനാ റൂമിലേക്ക് പോണല്ലോ. എന്തേ? ഇനി പ്രാർത്ഥനാ റൂമിലേക്ക് പോണം. അപ്പൊ ഞാൻ ഇവിടെ നിർത്തട്ടെ. എന്തേ? ഓക്കെ, 8:30 വരെയുള്ള സമയം. നിർത്തട്ടെ. 8:30 വരെയുള്ള സമയം എടുക്കും. 8:30 വരെ. 8:30 വരെ. ശരി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 15-16 വചനം വായിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് അവനോട്, നീ പോകുക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. യേശു ആ 12 ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾക്ക് അവിടെ ഉപദ്രവം ഉണ്ടാകും, പീഡയുണ്ടാകും. ഇതെപ്പോ പറഞ്ഞു? ആ 12 പേരെ അടുക്കൽ വിളിച്ച് അവർക്ക് യേശു ശക്തിയും അധികാരവും പകർന്നു കൊടുത്തതിന് ശേഷം അങ്ങനെ അയക്കുകയല്ലായിരുന്നു, അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടയക്കുകയായിരുന്നു. അപ്പോൾ മനസ്സിലായി പോകുന്നിടത്തിൽ എതിർപ്പുകളുണ്ടാകും. ചെന്നായ്ക്കയുടെ നടുവിൽ നമ്മൾ ഈ സാധാരണ ഈ ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന ചെന്നായ് ചെറുതാണ്, എന്നാൽ യൂറോപ്യൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ചെന്നായ് വലുത്. അൽസഷൻ പട്ടിയേക്കാളും വലുപ്പമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അലാസ്ക എന്ന് പറയുന്ന രാജ്യത്തിൽ എസ്കിമോയുടെ ഇടയിൽ ഉറക്കാനായിട്ട് പോയി. അപ്പൊ അവിടെ പോയപ്പോ അവര് ഞങ്ങളെ ഈ ഈ ചെന്നായ്ക്കൽ കിടക്കുന്ന ഇടം കാണാൻ കൊണ്ടുപോയി. അത് ഒറ്റയ്ക്ക് പോവില്ല, കൂട്ടമായിട്ടേ പോവുള്ളൂ. അത് ഓരോന്നിന്റെ വലിപ്പം ഏത് മൃഗത്തെയും ഈ ചെന്നായി അറ്റാക്ക് ചെയ്യും. ജിറാഫിനെ അറ്റാക്ക് ചെയ്യും, ആനയെ അറ്റാക്ക് ചെയ്യും, സിംഹത്തെ അറ്റാക്ക് ചെയ്യും. എല്ലാ മൃഗങ്ങളെയും സൃഷ്ടിച്ച ദൈവം ശിഷ്യന്മാരോട് ഉദാഹരണം പറഞ്ഞപ്പോൾ അതിന് ഉപയോഗിച്ചത് ചെന്നൈയായിരുന്നു. ഈ ഒരൊറ്റ വേട് മതി, അവർക്ക് മനസ്സിലാവും. ഒന്ന് വന്ന് കടിച്ചാൽ മറ്റെല്ലാം കൂടെ വന്ന് കടിച്ച് മാംസത്തെ അങ്ങനെ പറിച്ച് അസ്ഥി പഞ്ചരമാക്കി വിട്ടിട്ട് പോകും. അപ്പൊ യേശു അവർക്ക് വാക്സിനേഷൻ വയ്ക്കുകയായിരുന്നു, തടുപ്പൂസി കൊടുക്കുകയായിരുന്നു. നിങ്ങൾ പോകുന്നിടത്ത് ഇതെല്ലാം നടക്കുമെന്ന്. ആമേൻ. അടുത്ത് ഇപ്പോൾ ആ അപ്പോസ്തലന്മാരെ അയച്ച യേശു ഇപ്പോൾ ശൗലിനെ വേലയ്ക്കായിട്ട് അയക്കുകയാണ്. ആ വായിച്ച ഭാഗം വീണ്ടും വായിക്കാം. 9:15-16. കർത്താവ് അവനോട്, അനന്യാസിനോട്, നീ പോവുക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അവനെ വേലയ്ക്ക് വിളിച്ചപ്പോൾ യേശു പറയുകയാണ്, അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് അവനെ ഞാൻ കാണിക്കും. ആരെയല്ല യേശു വേലയ്ക്ക് പറഞ്ഞയച്ചോ അവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ വളരെ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും.
അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 19-ഉം 20-ഉം വായിക്കും. ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടെ പറയോ പാസ്റ്റങ്ങളെ? അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ 20-21. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന് അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 19-ഉം 20-ഉം. ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ആയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ ഞാൻ എങ്ങനെ നടന്നു എന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു. ബഹുമനത്താഴ്മയോടെ, കണ്ണുനീരോടെ, യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്ക് നേരിട്ട കഷ്ടങ്ങളോടും കൂടെ ഞാൻ കർത്താവിനെ സേവിച്ചു. അപ്പോസ്തലൻ പൗലോസ് റോമിലെ ജയിലിൽ കിടന്നപ്പോഴാണ് അവസാനത്തെ ലേഖനമായ 2-ാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നത്. പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കും. ഞാനും ഭാര്യയും ഞങ്ങൾ റോമിലായിരുന്നപ്പോൾ പൗലോസ് കിടന്ന ജയിൽ കാണാനായി കടന്നുപോയി. ഭൂമിയിൽ നിന്നും 8 അടി താഴ്ചയുള്ള ഒരു കിണറാണ്. അതിന്റെ നടുക്കൊരു കല്ലുണ്ട്. അതിലാണ് തന്റെ കൈകളെ ചങ്ങലയിൽ കെട്ടിയിട്ടുള്ളത്. അവിടെ കിടന്നുകൊണ്ടാണ് അവസാനത്തെ ലേഖനം പൗലോസ് എഴുതുന്നത്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അവിടെ നിന്നുമാണ് തന്നെ പുറത്തു കയറ്റി ക്രൂശിക്കാനായി കൊണ്ടുപോകുന്നത്. ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. ഞാൻ അനുഭവിച്ച ഉപദ്രവങ്ങൾ പറയാൻ പോയാൽ എനിക്കിന്ന് രാത്രി മുഴുവനും വേണ്ടി വരും. എന്നെ 14 പ്രാവശ്യം എന്നെ അടിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം എന്നെ വലിച്ച് അഴച്ചിട്ടുണ്ട്. മുക്കൂറുടെ അടിയാണ് ഭയങ്കര അടി. അടിച്ചാൽ കണ്ണും ഈ ചതയെല്ലാം നീല നിറത്തിലാകും, കണ്ണങ്ങ് വീങ്ങും, പിന്നെ ഒരു കണ്ണ് തുറക്കാൻ നോക്കി. അവര് ഒന്നടിച്ചിട്ടങ്ങ് വിടത്തില്ല. അവരുടെ കോപം തീരുന്നവരെ അടിക്കും. പിന്നെയും മുഖം ഒന്ന് താന്നും ഒന്ന് പൊങ്ങിയിരിക്കും. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ അല്പമായിട്ട് അറിയാം മുഖം ഒരു സൈഡ് പൊങ്ങിയിരിക്കുന്നു. എന്നിട്ട് ഈ മുഖം പിന്നെ നേരെയാകുന്നത് അടുത്തൊരു ഗ്രാമത്തിൽ പോകുമ്പോൾ ഈ ഭാഗത്ത് അടി കൊള്ളുമ്പോഴാണ് മുഖം നേരെയാകുന്നത്. കുനിച്ചു വെച്ചുകൊണ്ട് മുട്ടുകൊണ്ട് എത്ര ദിവസം പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ചാകാനായിട്ട് പോവുകയാണ്. പൗലോസ് പറഞ്ഞ അറുക്കാനുള്ള ആടിനെ പോലെ ഞങ്ങൾ എണ്ണുകയാണ്. അങ്ങനെ എണ്ണിയ പിന്നെ നോ പ്രോബ്ലം, അതല്ലേ? അത് പല പ്രാവശ്യം പൗലോസ് പറഞ്ഞു, അറുക്കാനുള്ള ആടിനെ പോലെ ഞങ്ങൾ എണ്ണുകയാണ്. അങ്ങനെ പോയാൽ കഷ്ടം ഉണ്ടാകും. കുളിക്കാൻ ഇറങ്ങിയാൽ നനയും. ഇന്ന് കർത്താവിന് ആവശ്യം എന്ത് കഷ്ടവും സഹിപ്പാൻ സന്മനസ്സുള്ള ആളുകളെ കർത്താവ് നോക്കും. ആമേൻ, 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 ആമേൻ. നിങ്ങൾ അതിനുവേണ്ടി ആളുകളെ ഒരുക്കുക. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത് പോവുകയായിരുന്നു. രാമേശ്വരത്തിൽ നിന്നും ചെന്നൈക്ക് പോവുകയാണ്. പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും
പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഏത് ട്രെയിനിലുണ്ടെന്ന് സുവിശേഷ വിരോധികൾ മനസ്സിലാക്കി. അതേ ട്രെയിനിൽ അവരും കയറി. ഞാനൊരു 3rd AC-യിലായിരുന്നു. എൻ്റെ സീറ്റ് ഗ്ലാസിന്റെ അടുത്തായിരുന്നു. സ്ലീപ്പർ കോച്ചിൽ കയറിയാൽ ഗ്ലാസ് തുറക്കാം, പുറത്ത് തുപ്പാൻ വേണ്ടി വന്നാൽ AC-യിൽ അത് ചെയ്യാൻ ഒക്കത്തില്ല. ഇവരകത്ത് കയറി. രാത്രി 12 മണിയായി. കാറ്റാടി കാട്ടിൽ കൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടീം ഒരു 5-6 പേര് വരും. ഞാനൊരു ചെറിയ MP3 വെച്ച് ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, ഇംഗ്ലീഷാണ് സംസാരം, വിൽ യുവർ ജീസസ് സേവ് യു, വി ആർ ഗോയിങ് ടു ത്രോ യു ഔട്ട് ഓഫ് ദ റണ്ണിങ് ട്രെയിൻ. ഇത് കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി. എന്ത് സംഭവിക്കുന്നിരിക്കട്ടെ. അവർ ഒരാൾ ഇടത് കൈ കൊണ്ട് എന്റെ കൊങ്ങയ്ക്ക് ഞാൻ ഇറുക്കി ഒരു പിടി പിടിച്ചു, ശബ്ദം പുറത്ത് വരാതിരിക്കാൻ. ആൾക്കാരെല്ലാം ഉറങ്ങുകയാണ്. ഒരു ചെറിയ ബ്ലൂ ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് മുഷ്ടി ചുരുട്ടി നെഞ്ചിൽ ഇടി ആരംഭിച്ചു. കുറെ ഇടിച്ചപ്പോഴത്തേക്കും ഞാൻ പതുക്കെ കൈപൊക്കി ലൈറ്റ് ഓൺ ചെയ്യുന്നു. അവർ ഉടനെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ലൈറ്റ് ഓൺ ചെയ്യുന്നു. അവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. പിന്നെ ഇടിയുടെ ഭാരം കൊണ്ട് ഇനി കൈ പൊക്കാൻ വയ്യ, കൈ അങ്ങ് തളർന്നു. അവർ ആ ഇയർഫോണിനെ മാറ്റിവെച്ചിട്ട് എന്റെ ഈ കാതിനെ ഇടിച്ചു ചതച്ചു. എന്റെ കാതിന്റെ കേൾവി നഷ്ടപ്പെട്ടു. വായിൽ ഇടിച്ച് നാടി ജാമായി. എന്റെ നാക്കും ഈ ചുണ്ടുകളെല്ലാം 2ആയി പിളർന്നു. വായുടയത്തൂടെ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്ലീപ്പർ കോച്ചാണെങ്കിൽ ഗ്ലാസ് മാറ്റി, അതിന്റെ ഈ ഗ്ലാസ് വരുടെ പുറത്ത് ഇത് സ്ലീപ്പർ കോച്ചാണ്. എന്ത് ചെയ്യാനൊക്കെ എനിക്കറിയില്ല. ആ പിടി എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 സീറ്റിന്റെ ഇടയിൽ ആളുകൾ നടന്നു പോകുന്ന ഇടത്തിൽ തുപ്പിയാൽ അതെല്ലാം മഹാമോശമാണ്. ഞാൻ രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി എന്റെ സമയമായി. ഞാൻ അല്പശബ്ദം പുറത്തു വരുന്നത്, ദൈവമേ നീ ഇവരെ രക്ഷിക്കണമേ, യേശുവേ ഇവരെ രക്ഷിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഇതാണ് സ്തെഫാനോസ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് ഒരു മനുഷ്യൻ ആ റൂമിനകത്ത് അവിടെ ആ കമ്പാർട്ട്മെന്റിൽ പ്രത്യക്ഷനായി. മറുഭാഗത്തെ ലൈറ്റ് ഇട്ടു. ഒരു ഭീമനായ ഒരു മനുഷ്യൻ ഇവരെ എല്ലാരെയും ഓരോരുത്തരെയും കൈക്ക് പിടിച്ച് വലിച്ച് ദൂരേക്ക് ഇറങ്ങി. അദ്ദേഹം അപ്രത്യക്ഷനായി. ആരെന്ന് എനിക്കറിയില്ല. എന്റെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചു. ഈ അടി കൊള്ളുന്നത് 14ാമത്തെ പ്രാവശ്യം. നമ്മൾ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അധികം കേൾക്കുന്നതിലല്ല, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. കംഫോർട്ട് സോൺ വിട്ട് വെളിയിൽ വരാൻ മനസ്സില്ലാത്ത കാലത്തോളം വേല വളരില്ല. യേശുവേ, എന്റെ ശബ്ദം ശ്രമിച്ച ഓരോരുത്തരുടെ ഉള്ളങ്ങളോട്, പൈതങ്ങളോട്, സ്ത്രീകളോട് യേശുവിന്റെ രാജ്യമാണ് മുഖ്യമെന്ന് അവർ ചിന്ത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.